എല്ലാവരും ഇടപെട്ടിട്ടാണ് പിന്നീട് പണിത് പൈപ്പിൻ്റെ അത് 4 ലക്ഷം കുളമാണ് അല്ലേ 4 ലക്ഷം കുളമാണ് അല്ല ഒന്ന് നിന്ന് പോയാൽ അന്നത്തെ നിന്നാൽ പിന്നെ അടുത്ത് വരുമ്പോഴത്തേക്ക് വില കൂടും. ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ തകഴി നോക്കി. തകഴിയാണ് 10 ലക്ഷം 15 ലക്ഷം ഇപ്പോൾ 40 ലക്ഷം. ഇവിടുത്തെ പ്രധാന പ്രശ്നമായിട്ട് ഭക്തരെല്ലാം ഇവർ മുഴുവൻ ഇവിടുത്തെ മാതൃസമിതി പ്രവർത്തകരാണ്, അമ്മമാരാണ്. പ്രധാന പ്രശ്നം ഇപ്പോൾ കഴകം വലിയൊരു ഇഷ്യൂ ഉണ്ടായി. ഇദ്ദേഹം കഴകത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ പ്രതിയാവുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്താ സംഭവം എന്ന് വെച്ചാൽ 3 ദിവസമായിട്ട് ദേവിയുടെ പ്രദക്ഷിണം വൈകുന്നേരത്തെ ശിവേലി നടത്തുന്നത് എച്ചിലൂടെയായിരുന്നു. എടുത്ത് കളയാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചോദ്യം ചെയ്തു അദ്ദേഹം. 2 ദിവസം മുമ്പ് ചോദ്യം ചെയ്തു, അത് ശരിയല്ല, അത് മാറ്റണമെന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം അദ്ദേഹം അതിനെ ഒച്ചപ്പാടുണ്ടാക്കി. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. പോലീസ് അത് തടയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സരസ്വതി ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ്. വേറെ സരസ്വതി ക്ഷേത്രം ഇല്ല, സാറിനറിയാലോ. പനച്ചിക്കാട് പ്രൈവറ്റാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സരസ്വതി ക്ഷേത്രം, അതും ഇയർലി ഐ തിങ്ക് 3 കോടി രൂപയെങ്കിലും വരുമാനമുള്ള ഒരു ക്ഷേത്രമാണത്. ആ ക്ഷേത്രത്തിനകത്ത് സാറ് പോയി നോക്കിക്കോളൂ, ശ്രീകോവിലിനകത്ത് വിഗ്രഹം ഇരിക്കുന്നത് അഷ്ടബന്ധം തകർന്ന് പരിപ്പണമായിട്ടിരിക്കുകയാണ്. പറഞ്ഞത് കാരണം തുടരണമെങ്കിൽ ഇതാക്കിയിട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. നോക്കാതെ നാമം ചൊല്ലാൻ പോലും സ്വതന്ത്ര ഒരു ഇതായിട്ടിരുന്ന് നാമം ചൊല്ലാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അത് സാറ് പറഞ്ഞ പോലെ രാഷ്ട്രീയം തന്നെയാണ് ഇവിടുത്തെ വിഷയം, പ്രധാന വിഷയം. ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടിരിക്കുന്നത് അമ്പലത്തിൽ രാഷ്ട്രീയം ഞങ്ങൾക്ക് പുറത്ത് ഓരോ രാഷ്ട്രീയം ഉണ്ട് എല്ലാവർക്കും. അമ്പലത്തിൻ്റെ ഉള്ളിൽ അത് പാടില്ല. നേരത്തെ സാറ് പറഞ്ഞല്ലോ ഉപദേശ സമിതി രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം കോൺഗ്രസിൻ്റെ വാർഡ് കൗൺസിലറും കൂടിയാണ്. ഇതിലിരിക്കുന്ന പലരും ഇദ്ദേഹം CPM അനുകൂലമാണ്. ഉപദേശ സമിതിയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. പക്ഷേ ഉപദേശ സമിതി ഒരു രാഷ്ട്രീയം ബേസ് ചെയ്തിട്ടില്ല. ഞാൻ ഹിന്ദു ഐക്യയുടെ ആളാണ്. പലരുണ്ട്. ഉപദേശ സമിതി നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കണ്ടിട്ടില്ല. കഴിഞ്ഞ ഉത്സവം സാർ എങ്ങനെ നടന്നെന്ന് ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ ഉത്സവം നടത്തിയത് ദേവസ്വം ബോർഡാണ്. അതും 2 ദിവസം മുമ്പാണ് അതിൻ്റെ കൺഫർമേഷൻ വന്നത്. ഈ ഉത്സവം നടന്നത് ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ചെറിയ കോവിലിൽ പോലും അതിനേക്കാൾ ഭംഗിയായിട്ട് നടക്കും. അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ പുറത്താക്കി. ദേവിക്ക് വേണ്ടിയിട്ട് സേവ എന്നുള്ളത് ഞങ്ങൾ സഹകരിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ട്. കുറേ കാര്യങ്ങൾ സാറ് രാഷ്ട്രീയം എന്ന് പറഞ്ഞില്ലേ, ട്രേഡ് യൂണിയനിസം ആണ് സാറേ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ പ്രശ്നം. ട്രേഡ് യൂണിയനിസം ഒരു ധാർഷ്ട്യമാണ് അവർക്ക്. ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ഈ മുറ്റത്ത് നടന്ന് പഠിച്ചവരാണ്. അപ്പം ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് വേദനയാണ്. ഒരു ലളിതാ സഹസ്രനാമം അവിടെ ഇരുന്ന് ചൊല്ലാൻ നിവൃത്തിയില്ല. മതിയാക്കി വീട്ടിൽ പോയിരുന്ന് ചൊല്ലേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്കൊക്കെ. സാറേ ഇന്നലെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വൃത്തികേടാണ്. അവിടെ നിന്ന് ഈ ഗണപതി അമ്പലം എല്ലായിടവും ആകെ വൃത്തിയായി. മഴ പെയ്യുമ്പോൾ അവിടെ നിൽക്കുക, വെള്ളം ഇങ്ങനെ ചോർന്ന് കഴിഞ്ഞിട്ട് ഭക്തർക്ക് നിൽക്കാൻ കഴിയില്ല. ഇത് പറയുന്നത് അതെ, അതിൻ്റെ ഉള്ളിൽ അത്രയും ഇന്നലെ കഴുകണമുണ്ട്. ഇനിയിപ്പോൾ സാറ് വരുന്ന കേട്ടിട്ടാണോ എന്നറിയില്ല. ഇന്നലെ അവിടെ പുറത്തോട്ട് അതെ 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 ഞങ്ങൾ മാന്യമായിട്ട് അവരോട് ചോദിച്ചാണ്. ഞങ്ങൾ ഉത്സവം നടത്താൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞിട്ടും ഞങ്ങൾക്കെതിരെ കണക്കെല്ലാം കൊടുത്തിട്ട് അതിന്റെ ഒപ്പിട്ട പേപ്പർ ഞാൻ സാറിനെ കാണിച്ചിട്ടുണ്ട്. എല്ലാ സാധനവും ഉണ്ട് കണക്ക്. ചെറിയ സില്ലി അലിഗേഷൻസ് ഉപയോഗിച്ചിട്ട്, അതായത് എന്താണ്, സീലില്ലാത്ത കൂപ്പൺ എന്തോ 3-4 പേരാണ്. അതാണ് എന്നോട് പറഞ്ഞ കാരണം. ഞാൻ ചോദിച്ചപ്പോൾ അല്ല സാറേ അത് തെറ്റാണ്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ തെറ്റാണ് സാറേ. അങ്ങനെയാണെങ്കിൽ ദ ഹോൾ ദേവസ്വം ബോർഡ് ടു ബി ഡിസോൾവ് അല്ലേ സാർ? ഞാൻ എന്റെ പരാതി ദേവസ്വം ബോർഡ് നിങ്ങളെ വിശ്വസിച്ചിട്ട് ചെയ്യുമ്പോൾ ദേവസ്വം ബോർഡിന്റെ സാറേ ആ ദേവസ്വം ബോർഡ് തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് മൊത്തത്തിൽ അല്ലേ? ഞാൻ സാറിനോട് പറയേണ്ട ആവശ്യമില്ല. അല്ലല്ല ഞാൻ പറയുന്നത് സാറേ, അത് വെച്ചിട്ടും ടോട്ടൽ ഉപദേശക സമിതിയുടെ പ്രവർത്തനത്തെ മുഴുവൻ ഞങ്ങൾക്കാർക്കും അവിശ്വാസമില്ല. ഇദ്ദേഹമാണ് ട്രഷററായിരുന്നത്. ഇദ്ദേഹം ബാങ്കിൻ്റെ മാനേജറായിട്ട് റിട്ടയർ ചെയ്തൊരു മനുഷ്യനാണ്. ഞങ്ങൾക്കാർക്കും ആ കാര്യത്തിൽ അവിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്പൈറ്റ് ഓഫ് ദ പൊളിറ്റിക്സ് ഞങ്ങൾ ആരും അതിന് അവിശ്വാസം പറഞ്ഞിട്ടില്ല. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നൊരു മനുഷ്യനല്ല. ബൈ മിസ്റ്റേക്ക് ചിലപ്പോൾ പോയി കാണാം, അതില്ലെന്നൊന്നുമില്ല. അതിന് മേടിച്ച് 500 രൂപയുടെ പൈസ ഉണ്ടാക്കേണ്ട ആൾക്കാരല്ല അവരാരും. സാറിനറിയോ ഈ ടൈലിട്ടുണ്ട് സാർ ഇവിടെ, ഈ ടൈലിട്ടിരിക്കുന്നു. നിങ്ങളെ കുറിച്ച് പറയുന്നല്ല, ഞാനിപ്പോൾ ഒരു കൊല്ലമായി ഇതിലിരിക്കുന്നു. 90% ഉപദേശ സമിതികളും വളരെ മോശമാണ്.
ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ല സാറേ ഞങ്ങൾക്കൊരു ഭയമുണ്ട് മോന്തായം വളഞ്ഞാൽ 64 മുളയും സാർ. ഭഗവതിയോടുള്ള മോന്തായം വളഞ്ഞാൽ 64 മുളയും. 90% ഇതിലും കണക്ക് കൊടുക്കുന്നില്ല. കൂപ്പൺ ഉണ്ടെങ്കിൽ സീൽ ചെയ്യാതെ കൂപ്പണുകൾ വിൽക്കുന്നു, സീൽ ചെയ്ത കൂപ്പൺ അങ്ങനെ തന്നെ മടക്കി കൊടുക്കുന്നു. അല്ല ഇത് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു സാർ. എങ്ങനെ സാറേ ഉപദേശ സമിതി എങ്ങനെ കറക്റ്റ് ആവും? മാറി നമ്മൾ ശരിക്കും ചെയ്യും, ആത്മാർത്ഥതയോടുകൂടി ചെയ്യും, നമ്മൾ ഇന്റഗ്രിറ്റിയോടുകൂടി ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കൂ. ശരിയായ വിശ്വാസം അത് ചെയ്യില്ല. ശരിയായ വിശ്വാസം ചെയ്യില്ല സാറേ. ഇത് വന്നതിൽ 25-30 ഇതിനെതിരെങ്കിലും വിജിലൻസ് എൻക്വയറി നടത്തിയിട്ട് വിജിലൻസ് റിപ്പോർട്ട് മുഴുവനെതിരാണ് ഇവരെന്ന് പറഞ്ഞാൽ ഇവരല്ല. സോ അത് അഡ്വൈസറി കമ്മിറ്റികൾക്കുള്ള വരുന്ന ഇതെന്താ വെച്ചാൽ സ്പോൺസറുടെ കണക്ക് മര്യാദയ്ക്ക് കാണിക്കാറില്ല. സ്പോൺസർ എത്ര പറയുന്നു പോലും ആർക്കും അറിയില്ല. അങ്ങനത്തെ പ്രോബ്ലങ്ങൾ വരുമ്പോൾ എന്താ വെച്ചാൽ ആ എമൗണ്ട് മുഴുവനും നമ്മൾ അമ്പലത്തിന് വേണ്ടി ചിലവാക്കിയോ ഇല്ലയോ എന്നുള്ള പ്രശ്നം വരുമ്പോൾ ആരും അതിന് ഉത്തരം പറയും. അത് ജനറലി സാർ പറഞ്ഞത് ശരിയാണ്. അമ്പലം ഇതിനകത്ത് പൈസ അവിടെ ഉണ്ടാവുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കാൻ പറ്റും. ഞാനത് മനസ്സിലായി. എങ്ങനെ ഉപദേശ സമിതികൾ, ഞാൻ ഒരു ഉപദേശ സമിതിയല്ല, ഉപദേശ സമിതികൾക്ക് എവിടെ നിന്നാണ് സാറേ ഒരു മാർഗദർശനം കിട്ടേണ്ടത്? ദേവസ്വത്തിൽ നിന്നാണ്, ദേവസ്വം ബോർഡിന്റെ. ഹൈക്കോടതിയാണ് റൂൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. നിങ്ങളെ പിടിച്ച് ജയിലാക്കാനുള്ള പ്രൊവിഷൻ അതിലില്ല. അല്ല പിടിക്കുന്ന ആൾക്കാർ അല്ല സാർ, ഞാൻ പറയുന്നത് പല സ്ഥലത്തും ഗൂഗിൾ പേയിൽ അക്കൗണ്ടിൽ സ്വന്തം പേരിലാണ് അക്കൗണ്ട് പോകുന്നത്. അത് പിടിക്കാൻ പറ്റുന്നില്ല. അതതിന്റെ ഉള്ളിൽ നടക്കണല്ലേ സാറേ? അതിന്റെ ഉള്ളിൽ നമുക്ക് പിടിക്കാനെങ്കിലും പറ്റും. എങ്ങനെ പിടിക്കാൻ പറ്റും സാറേ? എത്ര പിടിക്കുന്നതിന് ഞങ്ങള് സാറേ ഞാൻ വന്ന ശേഷം കുറെ 2021 ലാസ്റ്റ് ഓഡിറ്റ് ദേവസ്വം ബോർഡിന് നടന്നിട്ടുള്ളത്. സാറ് കണ്ടിട്ടില്ലേ? The total, the complete irregularities they have mentioned in the 1450 അമ്പലങ്ങളുള്ള സ്ഥലത്തിന് എല്ലാ കൊല്ലവും ഓഡിറ്റ് നടത്തണമെന്ന് നടത്തും. അപ്പോൾ സ്റ്റേറ്റ് ഓഡിറ്റ് നടത്തുന്നത് 4-5 കൊല്ലം കൂടുമ്പോഴാണ് അവർ വരുന്നത്. ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുമ്പോഴത്തേക്കും 2-3 കൊല്ലം കഴിയുന്നത്. അപ്പോൾ എല്ലാവരും ഇതാക്കുമ്പോൾ ആ സംവിധാനത്തിന് ഈ ലൂപ്പ് ഹോൾസ്, ഞാൻ പറയുന്നത് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് അതെങ്ങനെയിരുന്നു സാർ? കംപ്ലീറ്റ് ഇറഗുലാരിറ്റീസ് ആണ് ഉണ്ട് സാർ. അത് എൻ്റെ കയ്യിലുണ്ട് ആ റിപ്പോർട്ട്. ഇറഗുലാരിറ്റീസിൻ്റെ ചെയിനാണ് അതിനകത്ത് അല്ലേ ഞാൻ പറയുന്നത്. മോന്തായം വളഞ്ഞ 64 മുളയും സാർ. മോന്തായം വളഞ്ഞ 64 മുളയും. മോന്തായം ആരാണ് അതിന് ഉത്തരവാദി? ഞാൻ പറയുന്നത് സാർ എന്ന് വെച്ചാൽ സാറ് ഇത്തരം കാര്യങ്ങളിൽ വരുമ്പോൾ ഉപദേശ സമിതിക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഇതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവർ സർവാംഗം വളഞ്ഞു നിൽക്കുക. ഞാൻ പറയട്ടെ, പിന്നെ എങ്ങനെ ഇവർ ഞാൻ വെച്ചാൽ ഇവരെന്നല്ല ഉപദേശ സമിതി പൊതുവെ പറയണത് പല സ്ഥലത്തും വരുന്ന കുഴപ്പങ്ങൾ എന്താ വെച്ചാൽ മെയിനായിട്ട് ഞാൻ ഇവർ തമ്മിലുള്ള ഇതൊക്കെ ഞാൻ പറയുന്നില്ല, അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഈഗോയിസമോ ഞാൻ പറയുന്നില്ല. പല സ്ഥലത്തും വരുന്നത് ഈഗോയിസമാണ്. ആ ഈഗോയിസം മാറണം. ട്രേഡ് യൂണിയൻസാണ്. അല്ല സാറേ, ട്രേഡ് യൂണിയനിസമാണ് സാർ. ഇവിടുത്തെ ഈഗോയിസം അല്ല, ട്രേഡ് യൂണിയനിസമാണ്. തൊട്ടപ്പുറത്ത് നമ്പികുളങ്ങ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അവിടെ ഇരുന്ന് ഉപദേശക്കാർ പിരിക്കുന്നതിന് ദേവസ്വം ബോർഡ് സീലില്ലാത്ത കൂപ്പറാണ് പിരിച്ചിരുന്നത്. അല്ല സഹിച്ചേ, വേറൊന്ന് ഞാൻ പറയാം സാറേ. ഇവിടെ ദേവസ്വം ജീവനക്കാർ പകരം ആൾക്കാരെ വയ്ക്കും. ഈ പകരം ആൾക്കാരെ വയ്ക്കുന്ന സാഹചര്യം എന്താണ്? ഒറ്റ ഉദ്യോഗസ്ഥന്മാരുണ്ടാവുന്ന സാധ്യത ഏത് ഉത്സവത്തിലുള്ള അവരെന്താ അവർ മുഴുവൻ പണി അവരുടെ ചിലർ ചെണ്ടക്കാർ അവരെന്ത് ചെയ്യും? പകരം ആളെ വയ്ക്കും. ഈ പകരം ആൾക്ക് നാദസ്വരം ഒന്നും പിടിക്കാൻ പോലും അറിയില്ല. 3 മാസമെങ്കിലും ട്രെയിനിങ് മറ്റേ ഇതിൽ കൊടുത്തിട്ട് കലാപരത്തിൽ ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറേ, ഞങ്ങളിവിടെ കാണുകയാണ് നാദസ്വരം പിടിക്കാനറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് നാദസ്വരം ഈ ദേവിയുടെ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊക്കെ ഇവിടെ നവരാത്രിക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് പറ എന്നിട്ട് ഇത് ഈ ഒരു ചന്തയിലേക്ക് വരയിലേക്കാളും ഇവിടെ അമ്പലം അടയ്ക്കുന്നവരെ ഈ പറകളെ കുറിച്ചുള്ള ഇതാണ് വിളിച്ചതെന്ന് നമുക്കൊരു മനസ്സമാകുന്നു. നല്ലതായിട്ട് തൊഴേണ്ട ഒരു ഇതില്ലേ കിട്ടില്ല. ആ ഇതിലാണ് വിദ്യാരംഭത്തിന് സാറേ മുമ്പ് 51 സാറേ ഒരു വിദ്യാരംഭം സാറ് ജസ്റ്റ് സാർ വേറൊരാളുടെ അല്ലെങ്കിൽ സാറിൻ്റെ ബന്ധുവിനൊന്ന് വിദ്യാരംഭത്തിന് ഒരു സാധാരണക്കാർ പട്ടികജാതി അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽ കുട്ടിക്ക് അവൻ്റെ കുട്ടിക്ക് കൂലിപ്പണിക്കാരൻ വന്ന് വിദ്യാരംഭം നടത്തണമെങ്കിൽ 500 രൂപ വിദ്യാരംഭം നടത്താൻ പറ്റും. അതിൻ്റെ കൂടെ കഷായം തള്ളും. തട്ടം വഴിപാട് ഏത് വാട്ട് ബാക്ക്ഗ്രൗണ്ട് തട്ടം വഴിപാടിന് എന്ത് ശാസ്ത്രീയതയാണുള്ളത് ആരും നിശ്ചയിച്ചു സാർ? ഇവിടെ
മീനൂട്ട് അതുവരെ നടക്കുന്നുണ്ട് ഇവിടെ പക്ഷേ ഒരു പറയുടെ പേരാണ് അത് സാർ പടിത്തരം അനുസരിച്ച് ഈശ്വര പൂജ അല്ലേ? പടിത്തരമുണ്ട്. ഈ പടിത്തരത്തിൽ വരുന്നതാണ് സാർ പട്ടം വഴിപാട്. സാർ നമ്മൾ പറയുന്നത് ഞങ്ങൾക്കാർക്കും വ്യക്തിപരമൊന്നും വേണ്ട. ഒരു സാധാരണക്കാരൻ വന്നൊരു വിദ്യാരംഭം നമ്മുടെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന അന്നന്ന് അധ്വാനിക്കുന്ന വരുമാനം കൊണ്ട് വരുന്ന 500 രൂപ ഇല്ലാതെ ഒരു കുട്ടിക്ക് വിദ്യാരംഭം നടത്താൻ പറ്റില്ല സാർ. അവിടെ വിദ്യാരംഭത്തിൻ്റെ അന്ന് കൊള്ളയാണ് സാർ. ഇവിടെ ഒരു ശബരിമലയേക്കാൾ കൂടുതൽ നടന്ന കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. ഒരു തട്ടത്തിന് 250 രൂപ 300 രൂപ മേടിക്കുന്നത്. തട്ടത്തിൽ എന്താണ് ഉണ്ടാകുന്നത് സാറിന് അറിയാം? ഒരു 10 രൂപയുടെ ചന്ദനത്തിൻ്റെ പാക്കറ്റ്. അത് എത്ര കിലോ ആവട്ടെ, 10 രൂപയുടെ ഒരു ചന്ദനത്തിൻ്റെ പാക്കറ്റ്, ഒരു 10 രൂപയുടെ പട്ട്, അത് പുറയിൽ പോയി നോക്കിയാൽ കാണാം. പട്ടാട വലിച്ചെറിഞ്ഞിടും. ആകെ ഒരു 30 രൂപ 40 രൂപയുടെ വരുന്ന സാധനം 250 രൂപ ചാർജ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നമായി. അവസാനം 150 രൂപ 200 രൂപയ്ക്ക് ഇവർ അമ്മമാർ പോയിട്ടുണ്ടെങ്കിൽ 400 രൂപ പറ്റുന്നത് ഞങ്ങൾ ഇടപെട്ടിട്ടാണ് അവസാനം വില വരെ നടന്നിരുന്നത്. ഇതാര് നിശ്ചയിക്കുന്നു സാർ? ബോർഡ് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇല്ല അവരുടെ ബോർഡല്ല സാർ, 200 150 ബോർഡല്ല സാർ. ബോർഡ് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ദിവസം സ്റ്റാള് നടക്കുന്നുണ്ട്. നമ്മളിത് ഞാനിത് പറഞ്ഞില്ല, എനിക്ക് പൊളിറ്റിക്സ് വെച്ചിട്ടില്ല. സ്റ്റാള് നടത്തുന്നത് ദിനാചരണം. 15 ലക്ഷം പോയത് 7 ലക്ഷത്തിനാണ് ഇപ്പോൾ കച്ചവടം കിട്ടക്കണം. 8 ലക്ഷം രൂപ ഇതൊന്നും ഇവിടെ ആരും, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. സരസ്വതി ക്ഷേത്രം, മൂകാംബി ക്ഷേത്രം, അത് കേരളത്തിൽ നമുക്ക് ഇതിൻ്റെ പാരമ്പര്യം നോക്കിയാൽ കൊല്ലൂരിൻ്റെ പാരമ്പര്യത്തിൽ വന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഞാനൊന്നും ഇവിടെ അടുത്ത് താമസിക്കുന്നു. നമ്മളിവിടെ ഒന്നും ഒരു ബഹളം ഉണ്ടാക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ക്ഷേത്രമാണ് എന്നുള്ളതുകൊണ്ട്. ഈ ടൈലിട്ടറുണ്ട്, ഈ ടൈലിട്ടർ ഞങ്ങളാണ് സാർ. സാറേ ഇത് എൻ്റെ ഒരു പരാതിയുണ്ട്. ദിവസം ഒരു ലേഡി മിയ ഇത് ബ്യൂട്ടി പാർലർ